ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന അച്ചുവിന്റെ റൂമിൽ പോയി അച്ചുവിനോട് രുക്കുവിനോട് സംസാരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ലാതെ രുക്കു പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് നാളെ സംസാരിച്ചാൽ മതിയോ, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, നാളെ രാവിലെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് അത് സങ്കടാവുന്നുണ്ട്. ശരി, എന്നാൽ നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അർച്ചന പുറത്തേക്ക് പോവുകയാണ്. അർച്ചന റൂമിൽ നിന്ന് ഇറങ്ങുന്നതും രുക്കു വന്ന് വാതിൽ കൊട്ടി അടയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് അച്ചുവിന് ദേഷ്യം വന്ന്, എന്തിനാണ് വാതിൽ അടച്ചത്, ചേച്ചി ഇങ്ങനെ എന്റെ റൂമിലേക്കൊക്കെ വരും, അതിലെന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് രുക്കു പറയുന്നുണ്ട്, നല്ല വരെയുള്ളത് പോലെയല്ല, ഇന്ന് നീയും നിന്റെ വൈഫുമാണ് ഇപ്പോൾ ഈ റൂമിലുള്ളത്, അത് അവര് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു ഇങ്ങോട്ട് വരേണ്ടത്. ചൂട് മാനേഴ്സ് ഞാൻ ചേച്ചിയിൽ നിന്ന് പ്രതീക്ഷിച്ചു, LLB പാസ്സായി എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, കോമൺ സെൻസ് എന്ന് പറഞ്ഞത് ഒട്ടും തന്നെ ഇല്ല. രാത്രിയിൽ അനിയന്റെ റൂമിലേക്ക് കടന്നു വരുന്നത് ഒരു തരം സാഡിസമാണെന്ന് രുക്കു പറയുകയാണ്. എന്നാൽ ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ട് അർച്ചന സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. രുക്കു പറയുന്നുണ്ട്, എന്റെ രുക്കു ഒന്ന് മെല്ലെ പറയേ, ചേച്ചി എങ്ങാനും കേൾക്കുമെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അങ്ങനെ പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം ചേച്ചിക്കില്ലെന്നാണ് എന്റെ വിശ്വാസം എന്ന് രുക്കു പറയുമ്പോൾ അർച്ചന അത് കേട്ട് വീണ്ടും കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ മുകുന്ദനും അനന്തനും അർച്ചന കരഞ്ഞു വരുന്നത് കാണുന്നുണ്ട്. പകൽ മുഴുവൻ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നില്ലേ, രണ്ടുപേരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്, ഞാൻ ഓർത്തില്ല അവരെന്തായാലും കിടന്നു, നാളെ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവരിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നീട് അനന്തന്റെയും മുകുന്ദന്റെയും അടുത്തേക്ക് മഞ്ജുവും രമ്യയും കൂടി വരുന്നുണ്ട്. മഞ്ജു എന്നിട്ട് അനന്തനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി രുക്കുവിനോട് സംസാരിക്കാൻ പോയതായിരിക്കും അല്ലേ, അവൾ പുറത്താക്കി വാതിലടച്ചെന്ന് തോന്നുന്നു അല്ലേ അനന്തേട്ട എന്ന് ചോദിക്കുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, നീ പോയി ചോദിക്കുകയെന്ന്. എന്നിട്ട് അനന്തനും മുകുന്ദനും രമ്യയും കൂടി മഞ്ജുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ദേഷ്യത്തോടെ അച്ചു ഒന്നും മിണ്ടാതെ അങ്ങനെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്ചു നീ എന്നോട് പിണങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, എന്റെ വീട്ടിലെ അന്തരീക്ഷമല്ല രുക്കു ഇവിടെ, നിങ്ങൾക്ക് അങ്ങനെ ഫോർമാലിറ്റി ഒന്നും ഇല്ല, ഇവിടെ വാതിലിൽ മുട്ടി അനുവാദം ചോദിച്ചിട്ടല്ല ഇവിടെ ഒരാൾ മറ്റൊരാളുടെ റൂമിലേക്ക് കയറുന്നത്, ഇല്ല രാത്രിയിൽ അത്താഴം കഴിച്ച് സംസാരിച്ചിരിക്കും, ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കിടക്കാറ്, വീട്ടിൽ നിന്ന് വന്ന ഏട്ടത്തിമാരാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അച്ചു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, വീടായാൽ അങ്ങനെയൊക്കെ വേണം അച്ചു, ഞാൻ അതിനോട് യോജിക്കുന്നു, പക്ഷേ എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ പ്രൈവസി ഉണ്ട്, പിന്നെ നിന്റെ ഏട്ടത്തിമാര് ഇങ്ങോട്ട് വന്നതുപോലെയല്ലല്ലോ ഞാൻ വന്നത്, ഞാൻ എന്തെല്ലാം അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത്, ഇവിടെ വന്നപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളാണ്, സ്ഥാനത്ത് നിന്നുകൂടി നീയൊന്ന് ചിന്തിച്ചു നോക്കണം, നിന്നെ ഇപ്പോഴും അർച്ചന ചേച്ചി ഒരു കുട്ടിയെ പോലെയാണ് കാണുന്നത്, നീ ഇപ്പോൾ ഒരു പെണ്ണിന്റെ ഭർത്താവാണെന്നും നമുക്ക് നമ്മുടേതായ സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാകുമെന്നും അവർ ഓർക്കണമായിരുന്നു, അതെല്ലാം ഞാൻ ചേച്ചിയെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രുക്കു പറഞ്ഞുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒന്നുമല്ല അച്ചു, എന്റെ ചേച്ചിക്ക് വേണം വെച്ച് ഞാനൊരു കൊട്ടു കൊടുത്തത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അച്ചുവിന്റെ ദേഷ്യം മാറ്റാൻ രുക്കു അച്ചുവിനെ സോപ്പിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അർച്ചന അടുക്കളയിൽ കയറി ചായ ഇടുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു എന്നിട്ട് രുക്കുവിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് രുക്കുവിനെ ഒരു നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഇതെല്ലാം ഒന്ന് നിർത്തി മഞ്ജു, നിങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് അവളും, എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതെല്ലാം വിട്, നമുക്കിനി നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് സന്തോഷത്തോടെ പോവാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രമ്യയും വരുന്നുണ്ട്. എന്നിട്ട് അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരു അനിയത്തിയെ പോലെയാണ് കണ്ടിരിക്കുന്നത് ഇതുവരെ, അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും, അതുപോലെ തന്നെയാണ് രുക്കുവും, അതുകൊണ്ട് അനന്തനെയും മുകുന്ദനെയും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നമുക്കിവിടെ ഇനി സന്തോഷത്തോടെ ജീവിക്കണം, നിങ്ങൾ ഇതെല്ലാം അവരോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അർച്ചന ചായയും എടുത്ത് അടുക്കളയിൽ നിന്നും പോവുകയാണ്. പിന്നീട് അർച്ചന അനന്തനും മുകുന്ദനും ചായ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മഞ്ജുവിനോടും രമ്യയോടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും സഹകരിച്ചാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, എന്താണ് ചേച്ചി പറഞ്ഞിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം, ആയാലും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്, ചേച്ചിയെ വിട്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുമായിരുന്നു എന്നൊക്കെ അവര് പറയുകയാണ്. അതിനുശേഷം അച്ചുവിനും രുക്കുവിനും ഉള്ള ചായ എടുത്ത് അർച്ചന അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വാതിൽ മുട്ടിക്കൊണ്ട്, അച്ചു എഴുന്നേറ്റില്ലേ, എഴുന്നേൽക്ക്, സമയമായി, ഇതാ ചായ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. എന്നാൽ എത്ര വാതിൽ മുട്ടിയിട്ടും അവര് വാതിൽ തുറക്കുന്നില്ല. അപ്പോഴാണ് വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാവുന്നത്. പിന്നീട് അർച്ചന റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ അച്ചുവിനെയോ രുക്കുവിനെയോ കാണുന്നില്ല. പിന്നീട് ചായ അവിടെ വെച്ചുകൊണ്ട് ഇവിടെ എല്ലാവരുടെയും നോക്കുന്നുണ്ടെങ്കിലും അവരെ കാണാതാവുമ്പോൾ അർച്ചനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് അനന്തനോടും മുകുന്ദനോടും വന്ന് പറയുന്നുണ്ട്, അച്ചുവിനെയും രുക്കുവിനെയും മുറിയിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അനന്തനും മുകുന്ദനും പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, ഇവിടെ നിന്ന് പോയല്ലോ എന്ന് പറയാണ്. പിന്നീട് മഞ്ജു പോയി പുറത്തു നോക്കുന്ന
നോക്കുന്നുണ്ട്. അവിടെ ബൈക്കും കാണുന്നില്ല. അർച്ചനയ്ക്ക് ഇപ്പോൾ ആകെ ടെൻഷൻ ആവുകയാണ്. രുക്കുവുമാണെങ്കിൽ രാവിലെ നേരത്തെ തന്നെ ജോഗിങ്ങിന് ഇറങ്ങിയതാണ്. ജോഗിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് അച്ചുവിന്റെ ഫോണിലേക്ക് ചിന്നു വിളിക്കുന്നത്. ഫോൺ എടുത്തുകൊണ്ട് അച്ചു എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, നിങ്ങളെവിടെ കാണാതെ ഞങ്ങൾ ടെൻഷനായി ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ ജോഗിങ്ങിന് ഇറങ്ങിയതാണെന്ന്. പിന്നീട് ചിന്നു ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞിട്ടായിരിക്കും ചിന്നു വിളിക്കുന്നത് എന്നൊക്കെ അർച്ചനയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അച്ചു ഒന്നും തന്നെ മെയിൻഡാക്കുന്നില്ല. പിന്നീട് രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു ഇനിയെങ്കിലും നീ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്റെ ഏട്ടന്മാരുടെ മുന്നിൽ എനിക്ക് തല ഉയർത്തി തന്നെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അച്ചു അപ്പൊ രുക്കുവിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ജോലി നേടിയിരിക്കും, എന്റെ ചേച്ചിയുടെ കൂടി ആഗ്രഹമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചേച്ചി എന്ന് പറയുമ്പോൾ രുക്കുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. പിന്നീട് അവര് ബൈക്ക് എടുത്ത് പോവാനായി നിൽക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് രുക്കുവിനെ കല്യാണം കഴിക്കാൻ നിന്ന ആ പോലീസുകാരൻ ദിലീപ് വരികയാണ്. പെട്ടെന്ന് തന്നെ അച്ചുവിന്റെ വണ്ടിയുടെ കീ എടുത്ത് അയാൾ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞു ഒരാഴ്ചക്ക് ഞാൻ ലീവ് പറഞ്ഞിരിക്കുകയായിരുന്നു, പക്ഷെ ഇന്നലെ തന്നെ അതെല്ലാം ക്യാൻസൽ ചെയ്തു ഡ്യൂട്ടിക്ക് കയറി. പിന്നെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ, പ്രഗ്നൻസിയുടെ കഥകളെല്ലാം കൊള്ളാമായിരുന്നു. ഞാൻ പക്ഷേ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വേണമെന്നറിയില്ലേ, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് ഒരു ഫൈൻ അടച്ചാൽ തീരാവുന്നതാണ്. എനിക്കത് പോരാ, എന്നെ അഴിക്കുള്ളിൽ ആക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അതിനു വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് ആ പോലീസുകാരൻ പറയാണ്. അച്ചു ആണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കൈകൂപ്പിക്കൊണ്ട് അയാളോട് പറയുന്നുണ്ട്, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, ദയയോ അത് നിങ്ങൾ അർഹിക്കുന്നുണ്ടോ രണ്ടുപേരും, ഇപ്പോൾ എന്തായാലും നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അച്ചുവിന്റെ കയ്യിലേക്ക് ചാവി കൊടുക്കുകയാണ്. പിന്നീട് അവര് രണ്ടുപേരും അപ്പൊ തന്നെ അവിടെ നിന്നും വേഗം പോകുന്നുണ്ട്. അതിനുശേഷം രാവിലെ അർച്ചനയും മുകുന്ദനും അനന്തനും എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തനപ്പൊ ചോദിക്കുന്നുണ്ട്, പുതിയ ആൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അയാൾക്ക് നമ്മുടെ ഭക്ഷണം എല്ലാം ഇഷ്ടാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ അപ്പൊ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.